ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 2 ശമൂവേൽ 5-ാമത്തെ അധ്യായവും 1 ദിനവൃത്താന്തം 11-12 അധ്യായങ്ങളുമാണ്. ദാവീദിൻ്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ കാലക്രമാനുസൃത ബൈബിൾ വായനയിൽ ഇന്ന് നാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ അത്യന്തം നിർണായകമായ ഒരു വഴിത്തിരിവിലെത്തുന്നു. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ഒടുവിൽ സമാപനം സംഭവിക്കുന്നു. രഹസ്യമായി അഭിഷേകം ചെയ്യപ്പെട്ട ഇടയൻ ഇപ്പോൾ പരസ്യമായി കിരീടം ധരിക്കുന്നു. ഗുഹകളിൽ ഒളിച്ചോടിയ അഭയാർത്ഥി ഇപ്പോൾ സിംഹാസനത്തിലിരിക്കുന്നു. മനുഷ്യരാൽ തള്ളിക്കളയപ്പെട്ട ദാസൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായി മുഴുവൻ ഇസ്രായേലിനു മേലും ഭരിക്കുന്നു. 2 ശമൂവേൽ 5-ഉം 1 ദിനവൃത്താന്തം 11-12 ഒരേ ചരിത്ര സംഭവത്തെ വിവരിക്കുന്നുവെങ്കിലും ഓരോ പുസ്തകവും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. 2 ശമൂവേൽ 5 ദാവീദിൻ്റെ രാജ്യത്വത്തെയും അവൻ്റെ മേലുള്ള ദൈവകൃപയെയും യെരുശലേം പിടിച്ചടക്കിയ സംഭവത്തെയും ഫെലിസ്തീർക്കെതിരെ ദൈവം നൽകിയ വിജയങ്ങളെയും മുൻനിരയിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ 1 ദിനവൃത്താന്തം 11-12 ദാവീദിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ അവനെ ചുറ്റിപ്പറ്റിയിരുന്ന പരാക്രമശാലികളായ വീരന്മാരിലേക്കും വിശ്വസ്തരായ യോദ്ധാക്കളിലേക്കും ദൈവത്തിൻ്റെ അഭിഷിക്തനായ രാജാവിൻ്റെ ചുറ്റും ഒന്നിച്ചുകൂടിയ ഗോത്രങ്ങളിലേക്കും തിരിക്കുന്നു. ശമൂവേൽ ദാവീദ് എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നു. ദിനവൃത്താന്തം ആരൊക്കെയാണ് ദാവീദിനോടൊപ്പം നിന്നത് എന്നും എങ്ങനെ ദൈവരാജ്യം ഉറപ്പിക്കപ്പെട്ടു എന്നും കാണിച്ചു തരുന്നു. ഈ 2 ഭാഗങ്ങളും ചേർന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ സത്യം ഇതാണ്: ദൈവം തൻ്റെ പദ്ധതികൾ ഓരോ വ്യക്തിയിലൂടെ മാത്രം നിറവേറ്റുന്നില്ല. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ്റെ ചുറ്റും വിശ്വസ്തരായ ഒരു സമൂഹത്തെ അവിടുന്ന് ഉയർത്തുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വൈകാം, പക്ഷെ ഒരിക്കലും പരാജയപ്പെടുകയില്ല. വർഷങ്ങൾക്ക് മുൻപ് ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തിരുന്നു. എന്നാൽ ആ അഭിഷേകത്തിനും സിംഹാസനത്തിനും ഇടയിലുണ്ടായിരുന്നത് തിരസ്കരണം, തെറ്റിദ്ധാരണ, വഞ്ചന, ഏകാന്തത, അപകടങ്ങൾ, വർഷങ്ങളോളം നീണ്ട മരുഭൂമിയിലെ ജീവിതം. എന്നാൽ ഒടുവിൽ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളും ഹെബ്രോനിലെത്തി ദാവീദിനോട് പറയുന്നു, ഞങ്ങൾ നിൻ്റെ അസ്ഥിയും നിൻ്റെ മാംസവും ആകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മനോഹരമായ സത്യമുണ്ട്. ദാവീദ് രാജ്യം ബലമായി പിടിച്ചെടുത്തില്ല. അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സമയമല്ല ഇപ്പോഴും പൂർണ്ണമാണ്. ലോകം പെട്ടെന്നുള്ള വിജയത്തെ ആഘോഷിക്കുന്നു, എന്നാൽ ദൈവം ഒരുക്കപ്പെട്ട സ്വഭാവത്തെയാണ് ആദരിക്കുന്നത്. സ്വാധീനം ഏൽപ്പിക്കുന്നതിന് മുൻപ് അവിടുന്ന് നമ്മിൽ താഴ്മ വളർത്തുന്നു. കൊട്ടാരത്തിൻ്റെ വാതിൽ തുറക്കുന്നതിന് മുൻപ് പലപ്പോഴും മരുഭൂമിയിൽ നമ്മെ പരിശീലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വൈകുന്നത് പോലെ തോന്നുമ്പോൾ അനേകം വിശ്വാസികൾ നിരാശരാകുന്നു. എന്നാൽ ദാവീദിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ കാലതാമസം ദൈവത്തിൻ്റെ നിഷേധമല്ല. ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തൻ്റെ വചനം തീർച്ചയായും നിവർത്തിക്കും. യെരുശലേം ഒരു തലസ്ഥാനം മാത്രമായിരുന്നില്ല, അതൊരു ആത്മീയ പ്രതീകമായി മാറി. ദാവീദിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു യെരുശലേം പിടിച്ചടക്കിയത്. യെബൂസ്യർ അവരുടെ നഗരം ഒരിക്കലും വീഴില്ലെന്ന് വിശ്വസിച്ചിരുന്നു. അവർ ദാവീദിനെ പരിഹസിച്ചു. മനുഷ്യദൃഷ്ടിയിൽ യെരുശലേം കീഴടക്കുക അസാധ്യമായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അസാധ്യമായ നഗരങ്ങൾ പോലും കീഴടക്കപ്പെടും. ദാവീദ് യെരുശലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമാക്കി. പിന്നീട് ശലോമോൻ അവിടെ ദൈവാലയം പണിയും. നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശുക്രിസ്തു യെരുശലേമിൽ പ്രവേശിക്കും. അവിടെ ക്രൂശിക്കപ്പെടും. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വരും. സുവിശേഷം അവിടെ നിന്ന് ലോകമെങ്ങും വ്യാപിക്കും. ഒടുവിൽ വെളിപ്പാട് പുസ്തകം നമ്മെ പുതിയ യെരുശലേമിലേക്കാണ് ദൃശ്യതിരിക്കുന്നത്. ദാവീദിൻ്റെ സൈനിക വിജയമായി ആരംഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മഹാപദ്ധതിയുടെ ഭാഗമായി തീർന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന ഓരോ വിജയവും വരും തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു സാക്ഷ്യമായി മാറാൻ കഴിയുന്നത്. ദൈവരാജ്യത്തിന് പരാക്രമശാലികളായ വീരന്മാരും വിശ്വസ്ത ഹൃദയങ്ങളും ആവശ്യമാണ്. 1 ദിനവൃത്താന്തം 11 ദാവീദിൻ്റെ പരാക്രമശാലികളായ വീരന്മാരെ പരിചയപ്പെടുത്തുന്നു. ചിലർ 100 കണക്കിന് ശത്രുക്കളെ പരാജയപ്പെടുത്തി. ചിലർ വാൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതുവരെ യുദ്ധം ചെയ്തു. എല്ലാവരും ഓടിയപ്പോൾ ചിലർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു വയൽ സംരക്ഷിച്ചു. മറ്റു ചിലർ ദാവീദിന് ബേത്ലഹേമിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി. ഇത് വെറും യുദ്ധവീര്യത്തിൻ്റെ കഥകളല്ല, ഇവ ആത്മീയ സമർപ്പണത്തിൻ്റെ ചിത്രങ്ങളാണ്. ഈ യോദ്ധാക്കൾ തങ്ങളുടെ രാജാവിനെ സ്നേഹിച്ചതിനാൽ എല്ലാം ത്യജിക്കാൻ തയ്യാറായിരുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാസന്മാർ എപ്പോഴും ഏറ്റവും കഴിവുള്ളവരായിരിക്കണമെന്നില്ല, ഏറ്റവും വിശ്വസ്തരായവരാണ് അവർ. യുദ്ധം കഠിനമാകുമ്പോൾ തങ്ങളുടെ രാജാവിനെ ഉപേക്ഷിക്കാത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും ദൈവം ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷക്തനെ ചുറ്റിപ്പറ്റിയുള്ള ഐക്യം ശക്തി നൽകുന്നു. 1 ദിനവൃത്താന്തം 12 ദിനവൃത്താന്തത്തിലെ ഏറ്റവും
പ്രോത്സാഹനം നൽകുന്ന അധ്യായങ്ങളിലൊന്നാണ്. എല്ലാ ഗോത്രങ്ങളിൽ നിന്നുമുള്ള യോദ്ധാക്കൾ എത്തിച്ചേർന്നു. ചിലർ വില്ലാളികളായിരുന്നു, ചിലർ വാളുകൾ ഉപയോഗിക്കുന്നവരായിരുന്നു, ചിലർ നേതാക്കളായിരുന്നു, ചിലർ സംഗീതജ്ഞരായിരുന്നു, ചിലർ യുദ്ധതന്ത്രങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. ഇസ്സാഖാർ ഗോത്രത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ വചനം ഇങ്ങനെ പറയുന്നു: അവർ കാലഗതിയെ ഗ്രഹിച്ചവരും ഇസ്രായേൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞവരുമായിരുന്നു. ഓരോ ഗോത്രവും വ്യത്യസ്തമായ ദാനങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ എല്ലാവരും ഒരേ രാജാവിനെ സേവിച്ചു. ഐക്യം എന്നത് എല്ലാവരും ഒരുപോലെയാകുക എന്നല്ല, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി എല്ലാവരും പ്രതിബദ്ധരാകുക എന്നതാണ് യഥാർത്ഥ ഐക്യം. ഇന്നത്തെ സഭയും അതുപോലെയാണ്. ചിലർ പ്രസംഗിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കുന്നു, ചിലർ ആരാധന നയിക്കുന്നു, ചിലർ പഠിപ്പിക്കുന്നു, ചിലർ പ്രോത്സാഹിപ്പിക്കുന്നു, ചിലർ നിശബ്ദമായി സേവിക്കുന്നു. ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ദാനം വിശ്വസ്തയോടെ ഉപയോഗിക്കുമ്പോഴാണ് ദൈവരാജ്യം വളരുന്നത്. രാജാവായ ശേഷവും ദാവീദ് ദൈവത്തെ ആശ്രയിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിച്ചില്ല. ദാവീദ് ഇപ്പോൾ രാജാവായിരുന്നുവെങ്കിലും വിജയത്തെ ഒരിക്കലും സ്വാഭാവികമായി കരുതിയില്ല. 2 പ്രാവശ്യം ഫെലിസ്ത്യർ ആക്രമിച്ചു. 2 പ്രാവശ്യം ദാവീദ് യഹോവയോട് ആലോചിച്ചു. ആദ്യം യുദ്ധത്തിൽ ദൈവം ഒരു തന്ത്രം നൽകി, രണ്ടാമത്തെ യുദ്ധത്തിൽ മറ്റൊരു തന്ത്രം നൽകി. ഇതിലൂടെ ദൈവം ദാവീദിനെ പഠിപ്പിച്ചത് ഇന്നലെയിലെ മാർഗം ഇന്നത്തെ അനുസരണത്തിന് പകരമാകുകയില്ല. കഴിഞ്ഞകാല വിജയങ്ങൾ ഇന്നത്തെ ദൈവാശ്രയത്തെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന് ഇന്നത്തെ ദൈവബന്ധത്തിന് പകരം ഇന്നലെയിലെ അനുഭവങ്ങളെ ആശ്രയിക്കുന്നതാണ്. ഓരോ പുതിയ പോരാട്ടത്തിനും പുതിയ പ്രാർത്ഥന ആവശ്യമാണ് എന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തോട് അത്യന്തം ശക്തമായി സംസാരിക്കുന്നു. അനേകം വിശ്വാസികൾ ഇന്നും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനും അതിൻ്റെ നിവൃത്തിക്കും ഇടയിലുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യാശ കൈവിടരുത്. ദൈവം ഇപ്പോഴും നിങ്ങളുടെ ജീവിത കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. ചിലർ അസാധ്യമായി തോന്നുന്ന യെരുശലേമുകളെ നേരിടുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്നും അതേ ദൈവമാണ്. ചിലർ ദാവീദിനെ പോലെ നേതൃസ്ഥാനത്ത് ഇല്ലാത്തതിനാൽ തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതുന്നു. പരാക്രമശാലികളായ വീരന്മാരെ ഓർക്കുക. വിശ്വസ്തയോടെ ചെയ്ത ഓരോ അദൃശ്യ സേവനവും ദൈവം മറക്കുകയില്ല. ചില സഭകളിൽ എല്ലാവരും പ്രാധാന്യം ആഗ്രഹിക്കുന്നതിനാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. എന്നാൽ ദിനവൃത്താന്തം നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ അംഗവും ഒരേ ഹൃദയത്തോടെ സേവിക്കുമ്പോഴാണ് ദൈവരാജ്യം മുന്നേറുന്നത്. എല്ലാറ്റിനും ഉപരിയായി എത്ര അനുഭവ സമ്പത്തും വിജയവും ഉണ്ടായാലും ദൈവത്തിൻ്റെ വഴിനടത്തൽ അന്വേഷിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കരുത് എന്നതാണ് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ സമയത്തിനായി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണോ, അതോ എൻ്റെ സ്വന്തം ശക്തിയിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ഞാൻ ശ്രമിക്കുകയാണോ? ഞാൻ ദൈവരാജ്യത്തെ വെറുമൊരു കാഴ്ചക്കാരനായി നോക്കുകയാണോ, അതോ അതിൻ്റെ നിർമ്മാണത്തിൽ സജീവമായി പങ്കാളിയാകുകയാണോ? എല്ലാവരും മറ്റൊരു ദാവീദാകുവാൻ വിളിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ രാജ്യം ശക്തിപ്പെടുത്തുന്ന വിശ്വസ്തരായ നിർമ്മാതാക്കളിൽ ഒരാളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പങ്ക് ജനങ്ങളുടെ കണ്ണിൽ വലിയതോ ചെറുതോ ആയിരിക്കാം. എന്നാൽ ദൈവം വിലമതിക്കുന്നത് നമ്മുടെ സ്ഥാനത്തെയല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശ്വസ്തതയാണ്. എൻ്റെ സ്ഥാനം എത്ര വലുതാണ് എന്നതല്ല, എൻ്റെ ഹൃദയം എത്ര വിശ്വസ്തമാണ് എന്നതാണ്. 2 ശമൂവേൽ 5, 1 ദിനവൃത്താന്തം 11, 12 ഒരേ ശാശ്വത സത്യം പ്രഖ്യാപിക്കുന്നു. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിവർത്തിക്കുന്നു, തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു, തൻ്റെ ഉദ്ദേശങ്ങൾക്കായി വിശ്വസ്തരായ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു. ദാവീദിൻ്റെ ജീവിതം ഒടുവിൽ നമ്മെ മഹത്തായ ദാവീദ് പുത്രനായ യേശുക്രിസ്തുവിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവനാണ് ദൈവത്താൽ ഉയർത്തപ്പെട്ട യഥാർത്ഥ രാജാവ്. ദാവീദിനെ പോലെ ആദ്യം അവൻ തിരസ്കരിക്കപ്പെട്ടു, പിന്നീട് മഹത്വത്തോടെ സിംഹാസനാരൂഢനായി. ഇന്ന് ക്രിസ്തു എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ജനതകളിൽ നിന്നും ആളുകളെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു കൂട്ടുന്നു. വാളും കുന്തവും കയ്യിലെടുത്തല്ല, വിശ്വാസത്തോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അചഞ്ചലമായ സമർപ്പണത്തോടും കൂടിയാണ് അവനോടൊപ്പം നിൽക്കുവാൻ അവിടുന്ന് നമ്മെ വിളിക്കുന്നത്. ദാവീദിൻ്റെ പരാക്രമശാലികളായ വീരന്മാരെ പോലെ നമ്മുടെ രാജാവിനോടുള്ള വിശ്വസ്തതയിൽ അവസാനത്തോളം ഉറച്ചു നിൽക്കുന്നവരായി അവൻ മഹത്വത്തിൽ വീണ്ടും വരുവോളം നിലകൊള്ളുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.